അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാറിൻ്റെ തഫ്സീർ സൂറത്ത് കൗസറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഖുർആനിലെ 108-ാമത്തെ സൂറ. 3 ആയത്താണ് ഈ സൂറയിലുള്ളത്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. ഇത് അവതരിക്കാനുള്ള ഒരു കാരണം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികൾ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അപ്പോൾ അത് കണ്ടിട്ട് ഖുറൈശികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളിൽ ഒരാൾ, വായിൽ ബിൻ ആസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അബുത്തർ, വാലറ്റവൻ, കുറ്റിയറ്റവൻ എന്ന് പറഞ്ഞാൽ പിൻഗാമില്ലാത്ത ആൾ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭാഗത്ത് സമാശ്വാസം നൽകുകയും അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഈ ലോകത്തും പരലോകത്തും ഒക്കെ നൽകിയിട്ടുള്ള വർദ്ധമാനമായ തോതിലുള്ള നന്മയെ സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അതിൽ 2 നിർദ്ദേശമാണ് അതിനുള്ളത്. അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക, അള്ളാഹുവിന് വേണ്ടി ബലി നൽകുക. ബിന്നാഅത്തൈനാക്കൽ കൗസർ, നാം നിനക്ക് വർദ്ധമാനമായ ഔൽ കൗസർ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, നിൻ്റെ നാഥന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലി നൽകുകയും ചെയ്യുക. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, നിൻ്റെ ശത്രു അവനാണ് അബ്തർ എന്നാണ്. ഇതിൽ മനുഷ്യ സമൂഹത്തിന് ഫലപ്രദമായ ഗുണകരമായിട്ടുള്ള സാമൂഹികമായിട്ട് മനുഷ്യന് നന്മ വരുന്ന, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് തൻ്റെ ചുറ്റുമുള്ള ജീവികൾക്കൊന്നും നന്മ പകരുന്ന യാതൊന്നുമില്ല എന്നതാണ് ജബ്ബാറിൻ്റെ കണ്ടുപിടുത്തം. മൂപ്പര് ലോകത്തെല്ലായിടത്തും നന്മ വിതക്കുക എന്നുള്ളതാണല്ലോ മൂപ്പരുടെ ജീവിതധർമ്മം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് മൂപ്പര് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ നേട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ എല്ലാവർക്കും കണ്ണു നിറയെ കാണാൻ പാകത്തിലാണ് മൂപ്പരെ പോക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നന്മ നിറഞ്ഞ ഒരു മഹാവൃക്ഷം എന്ന് ജബ്ബാറിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുമ്പോൾ എന്തോ അതിലൊരു കാര്യം ഉണ്ടാവും എന്നാണ് നമ്മൾ സമാധാനിക്കേണ്ടത്. എന്നാൽ ഈ ദുഷ്ടബുദ്ധിക്ക് എന്താണ് ഇതിൻ്റെ ആശയമെന്ന് മനസ്സിലാവാത്തതല്ല, അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതാണ് ഇവന്മാരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞത്. ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ഇന്നാ അഅതൈനാക്കൽ കൗസർ, നിനക്ക് നാം അൽ കൗസർ നൽകിയിരിക്കുന്നു എന്നാണ്. അൽ കൗസർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അൽ കൗസർ, ഇമാം ഖുർത്തുബി പറയുന്നത് തഫ്സീറുകൾ ഇത് വലിച്ചു നീട്ടി പറയുകയാണെന്ന് ജബ്ബാർ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഒരു തഫ്സീറുകൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അടിസ്ഥാനപരമായിട്ട് തഫ്സീർ പറഞ്ഞാൽ ഈ ഖുർആനിൽ പ്രയോഗിച്ച പദങ്ങൾ അത് ഏതൊക്കെ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളതെന്നും അതിന് എത്രമാത്രം അർത്ഥവൈപുല്യമുണ്ടെന്നൊക്കെ വിശദീകരിക്കുക. അതും അറബി ഭാഷയിലെ പലപ്പോഴും തഫ്സീറുകൾ എന്ന് പറയുന്നത് ജാഹിലി കവിതകളിൽ അങ്ങനെയാണല്ലോ. ഒരു ഭാഷ എന്ന് പറയുന്നത് ആ ഭാഷാകാരന്മാർ ആ ഭാഷയിലെ പദം എങ്ങനെ ഉപയോഗിച്ചു നോക്കിയിട്ടാണ് അത് വിശദീകരിക്കേണ്ടത്. അപ്പം ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആനിൽ ഉപയോഗിച്ച പദങ്ങൾ അറബി ഭാഷയിലുള്ള പദങ്ങളാണ്. ആ പദങ്ങൾ ഏതൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് മുഫസ്സിറുകൾ തഫ്സീർ ആദ്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. അതുപോലും ഒരു മനുഷ്യന് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഓൻ്റെയൊക്കെ ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള ആഴവും പരപ്പും എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ജബ്ബാറിനെ പോലുള്ള ഇത്തരത്തിലുള്ള ഭിക്ഷാന്തേഹികളുടെ ഇത്തരം ജൽപ്പനങ്ങളെ നമുക്ക് വിടാം. വസ്തുതകൾ മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറബികൾ ഈ കൗസർ എന്നുള്ള പദം എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്, ഏതർത്ഥത്തിലാണ്, അത് പരിശോധിച്ചാൽ അവിടെയാണ് ഖുർത്തുബി പറയുന്നത് അൽ കൗസർ ഫൗഅലും മിനൽ കസ്റത്തി, കസ്റത്തിൽ നിന്ന് ഉള്ള ഫൗഅൽ വസിന് രൂപമാണ് കൗസർ എന്ന് പറയുന്നത്. മിസലൻ നൗഫൽ മിനൻ നഫിൽ വർദ്ധനവ് എന്ന അർത്ഥത്തിലുള്ള നഫിലിൽ നിന്ന് നൗഫൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏറ്റവും വർദ്ധനവുള്ളതെന്നാണ് നൗഫൽ എന്ന് പറഞ്ഞാൽ. വൽ ജൗഹർ മിനൽ ജഹിർ,
ജഹർ പരസ്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്രകടമായിട്ടുള്ളത് എന്ന അർത്ഥത്തിലുള്ള ജഹറിൽ നിന്ന് ജൗഹർ വരും എന്നതുപോലെയാണ്. വൽ അറബ് തുസമ്മി കുല്ല ഷൈഇൻ കസീരിൻ ഫിൽ അദദി വൽ ഖദരി വൽ ഖതരി കൗസറൻ. അറബികൾ എണ്ണത്തിൽ അതുപോലെ തന്നെ അളവിൽ അതുപോലെ അതിൻ്റെ ഗുണത്തിലൊക്കെ കൂടുതൽ അർത്ഥവൈപുല്യമുള്ളതിനൊക്കെ കൗസർ എന്ന് പറയാറുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഖീലലി അജൂസിൻ റജഅ ബിനുഹാ മിന സഫർ, യാത്രയിൽ നിന്ന് തിരിച്ചു ഒരു അജൂസ്, ഒരു വൃദ്ധ സ്ത്രീ, അവരുടെ മകൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ബിമ ആബബിനുഖ് എന്നാരോ അവരോട് ആ വൃദ്ധയോട് ചോദിച്ചു. ബിമ ആബബിനുക്ക, നിൻ്റെ മകൻ എന്തുമായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളതെന്നാ ചോദ്യം. അപ്പോൾ കാലത്ത് അവർ പറഞ്ഞു ബി കൗസറുമായിട്ടാണ് വന്നത്. കൗസർ എന്ന് പറഞ്ഞാൽ അവിടെ ബിമാലിൻ കസീർ, ധാരാളം സമ്പത്തുമായിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വർധനവ് എന്ന അർത്ഥത്തിലാണ് അൽ കൗസർ ഉപയോഗിക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് ഇന്നാഅതൈനാക്കൽ കൗസർ, നിനക്ക് നാം അൽ കൗസർ നൽകിയിരിക്കുന്നു എന്നാണ്. യുക്തിവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നുബുവത്ത്, പ്രവാചകത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. കാരണം അള്ളാഹു ഒരു മനുഷ്യനെ ഒരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അത് മറ്റു മനുഷ്യർക്കൊന്നും നൽകാത്ത ഒരു തിരഞ്ഞെടുപ്പാണ് അള്ളാഹു അതിലൂടെ ആ മനുഷ്യന് പ്രത്യേകമായി നൽകുന്നത്. അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു എന്ന് അള്ളാഹു അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനറിയാം അവൻ്റെ റിസാലത്ത് എവിടെയാണ് വെക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ് ഒരു മനുഷ്യനെ. അപ്പോൾ അത് തൊട്ട് ഒരു മനുഷ്യന് ലഭിക്കുന്ന നേട്ടം, നന്മ അത് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ദുനിയാവിൽ വെച്ച് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അനുയായികൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് ലോകത്ത് മുഴുക്കെ അത് സ്വാധീനം ചെലുത്തുന്നത് തുടങ്ങി. എല്ലാ രംഗത്തുള്ള നേട്ടങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അയത്താനുള്ളത് ഭൂതകാലക്രിയയാണെങ്കിലും അതിന് ഭാവികാല അർത്ഥത്തിൽ ഉപയോഗിച്ചു എന്നും പറയാം. അങ്ങനെ ആവുമ്പം പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ ഖുർആൻ തന്നെ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അസായ ബഅസുക റബ്ബുക മഖാമം മഹ്മൂദ, സ്തുത്യാർഹമായൊരു സ്ഥാനത്ത് നിൻ്റെ നാഥൻ നിന്നെ നിയോഗിച്ചേക്കും എന്ന് ഖുർആൻ നബിയോട് പറയുന്നുണ്ട്. അപ്പം പരലോകത്ത് മനുഷ്യനെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയ ആ മഹ്ശർ മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും ഒക്കെ പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ കൗസർ എന്ന് പറയുന്നത്. അതിൽ ഒന്നാണ് സ്വർഗത്തിൽ പരലോകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഒരു ജലസംഭരണി എന്ന് പറയുന്നത്. ഇതിനെ പരിഹസിച്ചുകൊണ്ട് ജബ്ബാർ പറയുന്നത് ഇന്നാഅതൈനാക്കൽ കൗസർ, നിനക്ക് നാം വലിയൊരു കുളം കുത്തിവെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഒരു ഭാഷയിലുള്ള ഒരു ഗ്രന്ഥത്തെ, ആ ഗ്രന്ഥത്തിലുള്ള പദങ്ങളെ പോലും സഹിക്കാൻ കഴിയാതെ എത്ര പരിഹാസ്യമായിട്ടുള്ള രീതിയിലാണ് ഇവന്മാർ അതിനെ കൈകാര്യം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജബ്ബാറിൻ്റെ ഈ പ്രയോഗം. ഏറ്റവും വലിയൊരു കുളം നിനക്ക് ഞാൻ കുത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് ആ കുളം കിട്ടാനുള്ള മാർഗം എന്താണ് എന്നാണ് പിന്നെ പറയണതെന്നാണ്. ഫസല്ലി, അതുകൊണ്ട് ഈ നമസ്കരിക്കണം, ലി റബ്ബിക്ക, നിൻ്റെ നാഥന് വേണ്ടി വൻഹർ, നീ ബലി നൽകുകയും ചെയ്യണം. എന്നിട്ട് ജബ്ബാർ പറഞ്ഞത് എന്താണ്? ഇസ്ലാം ലോകത്തിന് വരുത്തിയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു സംഗതി ആണ് മനുഷ്യനെ നമസ്കാരത്തിൽ തളച്ചിടുക. അതുപോലെ തന്നെ ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു സംഗതിയാണ് ബലി എന്നുള്ളത്. ബലി എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള ബലി ഉണ്ട് എന്നാണ് ജബ്ബാർ പറഞ്ഞത്. ഒന്ന്, മൃഗങ്ങളെ അറുക്കുക. ഇന്ന് ആധുനിക ലോകത്ത് മൃഗബലിക്കൊന്നും ഒരു പ്രസക്തിയില്ല എന്ന് പ്രസ്താവിച്ച് കളയുന്നുണ്ട് ജബ്ബാർ. മൂപ്പര് ബലിയുടെ മാംസമൊന്നും തിന്നാറുണ്ടാവില്ല, അല്ലെങ്കിൽ ജീവികളെ അറുത്ത് തിന്നിട്ട് മാംസം തിന്നാനുള്ള തന്നെ മൂപ്പര് അതിന് ചെയ്യുന്നുണ്ടാവില്ല. മൂപ്പര് പൂർണ്ണമായിട്ടും സസ്യബുക്കായിരിക്കും. കാരണം ഇവിടെ ബലി നൽകിയാലും ഇല്ലെങ്കിലും മാംസം തിന്നാന്നുള്ളത് സാധാരണ ലോകത്തുള്ള മഹാഭൂരിപക്ഷം മനുഷ്യനും ചെയ്യുന്നൊരു സംഗതിയാണ്. അതിൽ ഒരു സംഗതി മാത്രമാണ് ബലി, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മൃഗങ്ങളെ ബലി നൽകുക എന്നുള്ളത്. ഇത് ഇന്ന് ലോകത്ത് ആധുനിക ലോകമാണ്. ഈ ആധുനിക ലോകം പോയി അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ജബ്ബാറിനറിയാം.
എന്നിട്ട് ആധുനിക ലോകത്തിന് പറ്റാത്തതൊക്കെ തള്ളിക്കളയുക. ആധുനിക ലോകത്തിന് ഇതൊന്നും പറ്റൂല എന്നാണ് മൂപ്പരുടെ ഭാഷ്യം. എന്നിട്ട് ലോകത്ത് നിന്ന് ആരും ബലി നൽകണില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമേ ബലി നൽകുള്ളൂ എന്നുള്ള ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. രണ്ടാമത്തെ ബലി അതാണ്, മനുഷ്യനെ കൊല്ലുക. ഇതാണ് ഇസ്ലാം ലോകത്തിന് നൽകിയിട്ടുള്ളത് പോലും. ഇസ്ലാം ലോകത്തിന് നൽകിയിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണാനുള്ള കണ്ണ്, അത് കേൾക്കാനുള്ള കാത്, അത് മനസ്സിലാക്കാനുള്ള മനസ്സ്, ഇതൊന്നുമില്ലാത്ത മരവിച്ചു പോയ കണ്ണും കാതും മനസ്സും ഒക്കെ മരവിച്ചു പോയ ഒരു പറ്റം ഇരുകാലികൾ എന്ന് വേണമെങ്കിൽ ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നതാണ്. ഇതാണ് ഇവരുടെ അവസ്ഥ. പിന്നെ ഇന്ന ഷാനിയൊക്കെ ഹുവൽ അബുത്തർ, നിൻ്റെ ശത്രുവാണ് അബുത്തർ. ഈ അബുത്തർ എന്ന് പറയുന്ന ശത്രുവിനെ പറയുന്നത്, ശത്രുവിനെ ഇതാണ് തെറി പറയാണ്, ചീത്ത പറയാണ് എന്നൊക്കെയാണ് ജബ്ബാറിനെ പറയാനുള്ളത്. ഇത് മൂപ്പരുടെ സ്ഥിരം പല്ലവിയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അബുത്തർ എന്നിവർ പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? വാലറ്റവെന്ന്. വാലറ്റവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ തെറി പറഞ്ഞുള്ളത് ശരിയാണ്. എന്നാൽ ഇതേ തെറിയാണോ യഥാർത്ഥത്തിൽ ഖുർആൻ ഇവിടെ അബുത്തർ എന്ന് പ്രയോഗിക്കുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? അവരുദ്ദേശിച്ചിട്ടുള്ളത് മുഹമ്മദ് അവസാനിക്കും, മരിക്കുന്നതോടുകൂടി മുഹമ്മദിൻ്റെ പ്രസ്ഥാനം ഇസ്ലാമും നശിക്കും. കാരണം ഇത് കൊണ്ടെടുക്കാൻ അങ്ങനെയാണല്ലോ, പാരമ്പര്യമായിട്ട് പൈതൃകമായിട്ട് എല്ലാം ഭാഗിച്ചെടുക്കുക എന്നതാണ് ലോകത്ത് അന്നും ഇന്നും നിലനിന്ന് പോന്നിട്ടുള്ള രീതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മുഹമ്മദിൻ്റെ പ്രസ്ഥാനം ഇസ്ലാം കൊണ്ടെടുക്കാൻ ലോകത്ത് ഇനി ആരും കിട്ടൂല. കാരണം മുഹമ്മദിന് ആൺകുട്ടികളില്ല. അതുകൊണ്ട് മുഹമ്മദ് നശിക്കുന്നതോടുകൂടി ഇത് നശിക്കും എന്നതാണ് അവർ കാണുന്ന കാഴ്ചപ്പാട്. എന്നാൽ അതിനെ തിരിച്ചടിക്കാൻ ഇവിടെ ഖുർആൻ ചെയ്തത്, യഥാർത്ഥത്തിൽ നശിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വാലറ്റവൻ, പിൻഗാമികളില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ ശത്രുവാണ്. ഇന്ന് മുഹമ്മദ് നബിയാണോ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തി, പ്രശംസിക്കപ്പെടുന്ന വ്യക്തി? അതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ തെറി പറഞ്ഞിട്ടുള്ള ഈ ആളുകളാണോ? അവർക്ക് പിൻഗാമികൾ ആരെങ്കിലും ഉണ്ടോ? ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഒരു മനുഷ്യന് ഈ സൂറത്ത് ഉൾക്കൊള്ളുന്ന ആശയ വൈപുല്യവും അത് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൂറ്റാണ്ടുകളായി 1440 പരം വർഷമായല്ലോ. ഇത്രയും കാലം കോടിക്കണക്കിന് മനുഷ്യരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ടുള്ളത്. ഇവിടെ നബി അബുത്തറാവുകയാണോ ചെയ്തത്, അതോ നബിയുടെ ശത്രുവാണോ അബുത്തർ? ഇത് കേവലം ഒരു കുറ്റപ്പെടുത്തലായിട്ടാണ് ജബ്ബാർ കാണുന്നത്, തെറി പറച്ചിലായിട്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് തെറി പറച്ചിലല്ല, ഇതൊരു വസ്തുതയാണ്. ശത്രുവിന് പിൻഗാമികൾ ഉണ്ടാകാൻ പോകുന്നില്ല എന്നും നിനക്കാണ് വലിയ തോതിലുള്ള പിൻഗാമികൾ വരാൻ പോകുന്നത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വാഗ്ദാനം പൂർണ്ണമായി പുലർന്നതായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നാണ്. കണ്ണുള്ള കാതുള്ള ആളുകൾക്ക് കാണാനും കേൾക്കാനും, മനസ്സുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനും പാകത്തിൽ ഇന്നും ലോകത്ത് ഉയർന്നു നിൽക്കുന്ന കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തി അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഇവിടെ ഇന്ന ഷാനിയൊക്കെ ഹുവൽ അബുത്തർ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വളരെ അർത്ഥപൂർണ്ണമാണ് എന്നതാണ് വസ്തുത. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ സഹൃദയത്വമില്ലാത്തൊരു വർഗം, വസ്തുതകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത ആളുകൾ, സത്യത്തെ കേൾക്കാനും കാണാനും കണ്ണും കാതും ഇല്ലാത്ത അന്ധരും ബധിരരുമായിട്ടുള്ള ആളുകൾ, ഇതാണ് ജബ്ബാറിനെ പോലെയുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് ഈ സൂറത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.